ഒറ്റപ്പാലം ഈസ്റ്റ് സ്കൂളിൽ 86-ാം വാർഷികം ആഘോഷിച്ചു. ഇന്ന് വൈകിട്ട് സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷിക ആഘോഷത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി നിർവഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ യേശുദാസൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ PTA പ്രസിഡന്റ് PMA ജലീൽ അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ KPS പയനടം മുഖ്യപ്രഭാഷണം നടത്തി. വിരമിച്ച അധ്യാപകൻ രാമചന്ദ്രൻ നായരെയും സ്കൂൾ അറ്റൻഡർ ഉമ്മു സൽമിയെയും ചടങ്ങിൽ ആദരിച്ചു. ഉത്തരവാദപ്പെട്ട നമ്മുടെ പ്രിൻസിപ്പാള് അതിന് മുൻകൈയെടുക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് 2025 നല്ല അധ്യയന വർഷമാണ്. അവർ ഇപ്പോൾ 25-ൽ ഇപ്പോൾ അവർക്ക് പരീക്ഷ ഇപ്പോൾ വന്നു. ഇനി അടുത്ത വർഷവും അവരുടെ വിദ്യാഭ്യാസമുണ്ട്. എന്തായാലും നമ്മുടെ 25 വർഷം നല്ല വർഷമായിട്ട് അവർക്ക് പഠിക്കാനാവട്ടെ. കൂട്ടത്തിൽ നമ്മുടെ സ്കൂള് 85-ാം വാർഷികമാണ് നമ്മൾ ഏകദേശം പറഞ്ഞ കാര്യം ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്കൂള് കെട്ടുന്നതിന് വേണ്ടി നമ്മുടെ പ്രദേശത്ത് തന്നെ എല്ലാവരും കൂടുതൽ പ്രസംഗത്തിലല്ല, അവർ കളിക്കാൻ വേണ്ടിയിട്ടും അവരുടെ പരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുക. നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് കലാവാസനകളുണ്ട്. എല്ലാവർക്കും ഒരേ കലാവാസനയില്ല, വിവിധ തരത്തിലുള്ള വാസനകൾ ഓരോരുത്തർക്കുണ്ടാവും. അപ്പോൾ അവരുടെ കഴിവുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്, അത് നമ്മൾ കാണേണ്ടതുണ്ട്, അതിനെ അഭിനന്ദിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾ നല്ല കുട്ടികളായിട്ട് പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും മുന്നോട്ട് വരണം. ഈ ഒറ്റപ്പാലം നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ എവിടെ ഏത് പരിപാടിക്ക് പോയാലും മുന്നിലെത്തണം. നമ്മുടെ ആ പേര് നമുക്ക് നിലനിർത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നമുക്ക് ഏവർക്കും ഒത്തുചേർന്നുകൊണ്ട് നമുക്ക് എല്ലാ സന്തോഷങ്ങളിലും കുട്ടികളുടെ കാര്യത്തിൽ പങ്കുചേരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും. വീടുകളിൽ നിന്നും നമ്മൾ നല്ലപോലെ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ വേണം. കാരണം പഴയതുപോലെ കുട്ടികൾ പഠിക്കേണ്ടത് പഠിപ്പിക്കുക, അധ്യാപകർ പഠിപ്പിക്കുക, ബാക്കി കാര്യങ്ങളിലും നമ്മൾ രക്ഷിതാക്കൾക്കൊരു പങ്കുമില്ല എന്ന പഴയ ധാരണയൊക്കെ മാറി. മാതാപിതാക്കളുടെ നല്ല ഉത്സാഹം കൂടി ഉണ്ടെങ്കിലേ ഇപ്പോൾ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞാൽ പല വീടുകളിലും സംഭവിക്കുന്നത്, കുട്ടികൾ സ്കൂൾ വിട്ട് വന്നാൽ ഉടനെ അവരെ പിടിച്ചിരുത്തി ഒന്ന് കളിക്കാനോ ഒന്ന് പുറത്തു പോകാനോ ഒന്നൊന്ന് ഫ്രഷ് ആവുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാവുമല്ലോ. അതിനൊന്നും സമയമില്ലാതെ കുട്ടികളെ പിടിച്ചിരുത്തി പഠിപ്പിക്കുന്ന ശീലത്തിലേക്ക് മാറുന്ന വീടുകളുണ്ട്. അങ്ങനെ സംഭവിച്ചുകൂടാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. കാരണം കുട്ടികളെ അങ്ങനെ ഒരു ഭീകരതയിൽ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എങ്കിലും നമ്മൾ അവരുടെ കാര്യങ്ങളൊരു ശ്രദ്ധയുണ്ടാവണം. അവരുടെ പഠനത്തിലൊരു താല്പര്യം എടുത്തുകൊണ്ട് നമ്മൾ അവരുടെ കൂടെ ഇങ്ങനെ കൂടിക്കൊടുക്കണം. അങ്ങനെ മതി. ചെറിയൊരു സഹായം നമ്മുടെ ഭാഗത്തുണ്ടായാൽ തന്നെ കുട്ടികൾ പഠിക്കും. കുട്ടികൾക്ക് സ്കൂളിലേക്ക് ആവശ്യമായ കാര്യങ്ങളിൽ നമ്മൾ തുറന്നു വയ്ക്കാൻ സഹായിക്കുക എന്നുള്ളത് വീടുകളിൽ നിന്നുകൂടി സംഭവിക്കേണ്ടതാണ്. ഒന്നും കാണരുത്, ഒന്നും കേൾക്കരുത് എന്ന് പറഞ്ഞ് നമ്മൾ കുട്ടികളെ അടച്ചിട്ടിട്ട് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അവർ ലോകം അറിയാത്ത കുട്ടികളായിട്ട് മാറും. ലോകം എത്രയോ വേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പാഠപുസ്തകമൊക്കെ പെട്ടെന്ന് പഴഞ്ചനായിക്കൊണ്ടിരിക്കും. കാരണം പാഠപുസ്തകത്തിലുള്ള കാര്യങ്ങൾ ആയിരിക്കില്ല നാളെ കുട്ടി വളർന്നു വരുമ്പോൾ ഈ നാട്ടിലുണ്ടാവുക. എത്ര വേഗം മാറി. ഞാനൊക്കെ സ്കൂൾ പഠിച്ചിരുന്ന ലോകമേ അല്ല ഇത്. ഞാൻ അന്ന് പഠിച്ച വിവരം വെച്ചിട്ട് ഇന്ന് ജീവിക്കാൻ നടന്നാൽ ഞാൻ ജീവിതത്തിൽ പരാജയപ്പെട്ടു. പരീക്ഷയിൽ ജയിച്ചിട്ടുണ്ടാവും, ജീവിതത്തിൽ പരാജയപ്പെടും. കാരണം എനിക്ക് ലോകത്തിൻ്റെ കാര്യങ്ങൾ അറിയില്ല. ലോകം എന്താണെന്ന് അറിയില്ലെങ്കിൽ പാഠപുസ്തകം മാത്രം അറിഞ്ഞാൽ പോരാ. പാഠപുസ്തകം അറിഞ്ഞാൽ പരീക്ഷ പാസ്സാകാം, ലോകത്തെ അറിഞ്ഞാൽ ജീവിതം പാസ്സാകാം എന്നാണ് വിവരമുള്ളവർ പറയാറുള്ളത്. അതുകൊണ്ട് കുട്ടികൾ ജീവിതം കാണണം, ലോകത്തെ കാണണം, പ്രകൃതിയെ അറിയണം, മനുഷ്യരെ അറിയണം. ഇതൊന്നും കാണാതെ കുട്ടികളെ വളർത്തുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് സ്കൂളുകളിൽ ഇപ്പോൾ നിരവധി പ്രവർത്തനങ്ങളുണ്ട്, നിരവധിയായ പഠന പ്രവർത്തനങ്ങൾ. പണ്ടതിന് പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നാണ് പറഞ്ഞിരുന്നത്. പഠനത്തിൻ്റെ പുറത്ത് സൗകര്യം ഉണ്ടാവുമ്പോൾ ചെയ്യാവുന്നതായിരുന്നു പണ്ടിത്. ചില കളികൾ. ആ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വാർഷികോത്സവത്തിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. 116 വിദ്യാർത്ഥികളാണ് നമ്മുടെ ഹൈസ്കൂളിൽ നിന്ന് SSLC പരീക്ഷ എഴുതി പുറത്തിറങ്ങിയത്. എല്ലാവരും വിജയിച്ചു. ഈ വർഷം മാർച്ച് 3-ന് ആരംഭിക്കുന്ന പരീക്ഷയിൽ 104 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. വരുന്ന ദിവസം മോഡൽ IT എക്സാമുകൾ ആരംഭിക്കുകയാണ്. നമ്മുടെ മക്കളൊക്കെ ഇത് പഠിക്കുമ്പോൾ ഓരോ ബാച്ച് ഇറങ്ങുമ്പോഴും നേരത്തെ ഇവിടെ KPS സാർ സൂചിപ്പിച്ച പോലെ ഓരോ തലമുറകളാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്.
ഓരോ സമയത്തും വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട വിദ്യാഭ്യാസം അതാത് സമയങ്ങളിൽ തന്നെ ലഭിക്കണം. നമ്മുടെ മക്കൾക്ക് ഇംഗ്ലീഷ് ലഭിക്കണം, മലയാളം ലഭിക്കണം, ഫിസിക്സ് ലഭിക്കണം, കെമിസ്ട്രി ലഭിക്കണം, ബയോളജി ലഭിക്കണം, അങ്ങനെ എല്ലാ വിഷയങ്ങളും ലഭിക്കണം. അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ ഏതെങ്കിലും രൂപത്തിലേക്ക് ലഭിച്ചാൽ പോരാ, കൃത്യമായ തോതിൽ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഉള്ളത് തന്നെ ലഭിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നമ്മുടെ മക്കൾക്ക് ലഭിക്കുമ്പോൾ മാത്രമാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ വിദ്യാഭ്യാസം ഒരുപക്ഷെ നേടിയിട്ടുണ്ടാവാം, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്ന സംവിധാനം ലഭിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഹയർ സെക്കൻഡറിയിൽ 560ഓളം വിദ്യാർത്ഥികൾ പഠിച്ചു വരുന്നു. നമ്മുടെ ഹയർ സെക്കൻഡറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഈ സ്കൂളിൽ 10ാം ക്ലാസ് വിജയിച്ചാൽ, 10ാം ക്ലാസ് നമ്മുടെ സ്കൂളിൽ നിന്ന് വിജയിച്ചാൽ ഹയർ സെക്കൻഡറിയിലേക്ക് പഠിക്കുമ്പോൾ 4 പോയിന്റ് അധികം ലഭിക്കുകയാണ്. സംസ്ഥാന തലത്തിൽ ഓട്ടം തുള്ളൽ മത്സരത്തിൽ നമ്മുടെ ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരിച്ച S2A ക്ലാസ്സിലെ അഭിനന്ദ് സംസ്ഥാന തലത്തിൽ A ഗ്രേഡ് നേടിയ കുട്ടിയാണ്. സമ്മാനം നൽകുന്നത് നമ്മുടെ വിശിഷ്ട അതിഥി KPS പയ്യന്നൂർ സാറാണ്. സാറിനെയും അഭിനന്ദിനെയും സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കുറച്ച് ഫ്രണ്ടിലേക്ക് വരുന്നു. റെഡി.